ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നല്ല പപ്പായം കൊണ്ട് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ ഇത്. ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഉമ്മ ഇട്ടുതരാറുണ്ട്. അതുപോലെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പപ്പായ നല്ലതുമാണല്ലോ, നമുക്ക് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ പപ്പായം കൊണ്ട് കുറച്ച് അച്ചാറിട്ടതാണ് കേട്ടോ. ഉമ്മാനോട് ചോദിച്ചിട്ട് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ അതേ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊടിയിൽ കുറച്ച് ഒരു പപ്പായൻ്റെ മരം വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അപ്പോഴൊക്കെ ഓർമ്മ വന്നിട്ടോ, മോൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പപ്പായ അതിൽ നിന്ന് അറുത്ത് കേട്ടോ. പപ്പായം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിലൊക്കെ ഇടാം. അതുപോലെ പപ്പായം കൊണ്ട് പായസം വെക്കാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു 2-3 പപ്പായ എടുത്തിട്ടോ. അപ്പോൾ പപ്പായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയുക, അതുപോലെ ഉള്ളിലെ കുരുവൊക്കെ അല്ലേ അതൊക്കെ എടുത്തിട്ട് കളയാട്ടോ. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി അച്ചാറിടാം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും പിന്നെ പുളിവെള്ളം വേണം കേട്ടോ. പുളി നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാനതൊക്കെ അരിച്ച് മാറ്റിയതാണ് കേട്ടോ. ഇത് അരിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ ഇങ്ങനെ കല്ല് പൊടി പോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ച് മാറ്റിക്കുകയാണ്. അരിച്ച് മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ കട്ട് ചെയ്തത്, ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഈ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ പുളിയിലൊക്കെ ഇടുന്ന സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു അച്ചാറുമാണ്. അപ്പോൾ പപ്പായം കൊണ്ട് പല സൈസിലും അച്ചാർ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ പുളിവെള്ളമില്ലേ അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരുവോളം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അച്ചാർ പൊടി ഇതിൽ യൂസ് ചെയ്യൂല കേട്ടോ. ഇത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി കേട്ടോ അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങി വരും. പിന്നെ അതുപോലെ പുളി ഇട്ട് വരും, പുളിയുടെ അതും ഇറങ്ങി വരും. അപ്പോൾ അത് നല്ല ഇതാണ്. ഇനി നമുക്കിത് തിളച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പപ്പായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. നല്ല വേവ് വരരുത് കേട്ടോ പപ്പായ, അപ്പോൾ അതിന് ടേസ്റ്റ് പോകും. ഒരു പകുതി വേവോളം നമ്മൾ 2 തിളച്ചാൽ മതി കേട്ടോ. 2 തിള വരുന്നത് വരെ എങ്ങനെയൊക്കെ നമുക്ക് കാത്തു നിൽക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കണം കേട്ടോ നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ അതിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ അച്ചാർ കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കണം കേട്ടോ, എന്നാലാണ് രസം ഉണ്ടായിരിക്കുക. അപ്പോൾ പകുതി വേവായാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് പകുതി വേവൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് അതിൽ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചൊരു വെള്ളം പോലെ എന്താണെന്ന് കേട്ടോ. പക്ഷേ ഈ അച്ചാർ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കടുകും ഉലുവയും കൂടി വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പൊട്ടുന്ന കണ്ടോ. ആ പൊട്ടലൊക്കെ കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതും കൂടി അച്ചാറിൽ ഇട്ടാൽ കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. ഇത് എല്ലാ അച്ചാറിലും, ഈ അച്ചാറല്ല അധിക അച്ചാറിലും യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കായൊന്നും ചേർക്കുന്നില്ലല്ലോ ഇതിൽ, അപ്പോൾ ഇതിൽ ചേർക്കുക. ഇത് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായൊരു പപ്പായം കൊണ്ടൊരു അച്ചാറാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അറിയില്ല, പല രീതിയിലും അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അച്ചാർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനും ഒക്കെ നല്ല ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.